ഹലോ. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആയി. ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 4:30 ആ ഒരു ടൈമായി. അപ്പോഴത്തേനും എന്താ ഞാൻ മക്കളെ രണ്ടുപേരെയും റെഡിയാക്കി നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകുകയെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഗ്രോസറി പർച്ചേസ്, കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഒരുക്കിയിരുത്തിയ സാറ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാറയുടെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ്മയാണ്. സാറായുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് സാറയുടെ ഫ്രണ്ട്സ്. സാറ അപ്പോൾ ആ ഒരുക്കി റെഡിയാക്കിയ ഗ്യാപ്പിൽ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ വേണ്ടി പോയതാണ്. അതാണ് ഗ്രാൻഡ്മ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചത്. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. കുട്ടികളെയൊക്കെ റെഡിയാക്കി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ആ ഒരു ഹൈപ്പർ മാർക്കറ്റ്, ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിലെത്തുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലുലു, അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മളിപ്പോൾ പോക്ക് വളരെ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നമുക്ക് എന്ത് ആവശ്യത്തിന് പോയാലും ഇവിടെ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസും അഫോർഡബിളാണ്. കാരണം അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ അഫോർഡബിളായിട്ടുള്ള പ്രൈസസും ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം കൂടുതലായിട്ടും ഇവിടെയാണ്. പിന്നെ ഒരു വെറൈറ്റി, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊന്ന് ലുലുവിൽ പോകണം, അല്ലെങ്കിൽ നെസ്റ്റോയിൽ പോകണം എന്ന് തീരുമാനിച്ചെങ്കിൽ മന്ത്ലി 2 മന്ത്സൊക്കെ കൂടുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് എനിക്കും ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ലുലുവിലും നെസ്റ്റോയിലൊക്കെയാണ് പോകുന്നത്. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് എത്തി, നമ്മുടെ ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റ് എത്തി. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ആ ഇരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നതും ഒരുപാട് വലിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ എൻട്രൻസ് ഉണ്ട്, 2 സൈഡിൽ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇതാ എൻട്രൻസാണിത്. ഈ സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പാർട്ടായിട്ട് ഇവിടെ ഒരു കായിക്കാസ് കഫേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഫ്റ്റീരിയ ഉണ്ട്. അതും അടിപൊളിയാണ്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ, ഹോം ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്താറുണ്ട്. പിന്നെ ഞാനിതാ കയറുകയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു 1 dirhams അതിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കതിൽ 1 മിനിറ്റ് ഇരിക്കാം. അത് അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. സാറയ്യനെയും സൈറാനെയും ഇടയ്ക്ക് ഇരുത്താറുണ്ട്. അപ്പോൾ ഞാൻ ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, ബൊക്കെ പോലെ. പിന്നെ ഇത് ഫ്രൂട്ട്സ് സെക്ഷൻ. അപ്പം കുറച്ച് ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഏതാണേലും ഞാൻ ആദ്യം വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ആദ്യം കുറച്ച് ബീട്രൂട്ട് എടുത്തു. അതിനുശേഷം എനിക്ക് വേണ്ടത് ചെറിയ ഉള്ളിയായിരുന്നു, അതും ഞാൻ കുറച്ചെടുത്തു. പിന്നീട് ഞാൻ എടുത്തത് നമ്മുടെ ബ്രിഞ്ചോളിൻ്റെ ഒരു വലിയ വേർഷൻ. ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യാം എന്ന് വെച്ചാൽ മീൻ പൊരിക്കുന്നത് പോലെ പൊരിക്കാമല്ലോ. അപ്പോൾ ബ്രിഞ്ചാളിൻ്റെ ഹ്യൂജ് വെറൈറ്റീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് വെള്ള കളറ് വഴുതനങ്ങ, അതുപോലെ തന്നെ മറ്റേതെന്ന് പറയുന്നത് നോർമലി നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ബ്രിഞ്ചാൾ, കത്രിക്ക വെറൈറ്റീസ്. ഏതായാലും ഞാൻ ഇതാണ് എടുത്തത്. പിന്നീട് ഞാൻ വെജിറ്റബിളായിട്ട് എടുത്തത് നമ്മുടെ പച്ചപ്പയറാണ്. പച്ചപ്പയർ ഇപ്പോൾ ബണ്ടിലായിട്ടും വെച്ചിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ഊരിയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അപ്പം എന്നോട് അവർ പറയായിരുന്നു, മോളിൽ നിന്ന് എടുക്കേണ്ട, താഴെയാണ് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് താഴെ നിന്നൊക്കെ എടുത്ത് തരുമായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് മുരിങ്ങക്കോലാണ്. മുരിങ്ങക്കോൽ സാമ്പാറിലൊക്കെ ഇടുമ്പോഴത്തേനും കൊച്ചിന് സാറാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈയിടെ സാമ്പാർ വെച്ചപ്പോൾ അമ്മ മുരിങ്ങക്കോൽ ഇല്ലയെന്ന് കൊച്ച് ചോദിച്ചായിരുന്നു. പിന്നെ അതിന് നമ്മൾ കുറേ ദിവസമായി ചീര വാങ്ങിച്ചിട്ട്, ചീര എന്നൊക്കെ പറയുന്നത് ഞാൻ നന്നായിട്ട് പച്ചത്തേങ്ങ ആക്കിയിട്ട് തോരൻ വെക്കും. അപ്പോൾ ചീര എന്നൊക്കെ പറയുന്നത് ഞാൻ ഭക്ഷണത്തിൻ്റെ ലഞ്ചിൻ്റെ പാർട്ടാക്കാൻ മാക്സിമം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ 2 കെട്ട് ചീര. എനിക്ക് ചുമലച്ചീര വലിയ ഇഷ്ടമില്ല. ചുമലച്ചീരയിലും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് പച്ചച്ചീരയാണ്. അപ്പോൾ ഞാൻ 2 കെട്ട് പച്ചച്ചീര എടുത്തു. പിന്നീട് ഞാൻ എടുത്തത് മുരിങ്ങയിലയാണ്. കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്
വെക്കുന്ന സാധനമാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരു കെട്ട് മുരിങ്ങയിലയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാറ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്നും സാറാക്ക് നന്നായിട്ട് ലഞ്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലക്കറികളൊക്കെ എടുക്കുന്നത്. പിന്നെ കൊച്ചിന് ഞാൻ മഷ്റൂം എടുത്തു. കൊച്ചിന് സ്കൂളിൽ സ്നാക്ക് ബോക്സിൽ ബട്ടറിൽ സോട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മഷ്റൂം എടുത്തു. പിന്നെ ഗ്രേപ്സിന്, അതായത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ഗ്രേപ്സ്, അതിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുക്കുകയാണ്. ഈ ഗ്രേപ്സൊക്കെ എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ വന്നിട്ട് എല്ലാം നോക്കി എടുക്കുന്നത് സാറൊക്കെ സ്കൂളിലും കൂടെ കൊടുത്തു വിടേണ്ടതുകൊണ്ടാണ്. ഈ ഈ ഒരു റംബൂട്ടാൻ ഞാൻ എടുത്തില്ല. എനിക്ക് ഈ റംബൂട്ടാൻ വെച്ചിട്ട് 1-2 ഷോർട്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റംബൂട്ടാൻ എടുത്ത് കയ്യിൽ പിടിക്കുകയും നല്ലൊരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് റെഡ് കളർ കൂടുതലുള്ള റംബൂട്ടാൻ എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവർ കുറച്ച് വൈറലായിട്ടുള്ള റംബൂട്ടാൻ റംബൂട്ടാൻ വീഡിയോ ഉണ്ട്. ഷോർട്സിൽ എനിക്കത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റംബൂട്ടാൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടും നമുക്ക് പേഴ്സണലി ഇഷ്ടമല്ല, കഴിക്കാനായിട്ട് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടല്ല. വില നല്ല വിലയാണ്. അപ്പം വില നല്ല കൂടുതലാണ്. അതിനുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നും ഡ്രാഗൺ ഫ്രൂട്ടിനില്ല. ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ ഗുണം ഉണ്ടായിരിക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണം ഒന്ന് നോക്കണം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചും എനിക്കൊരു ഷോട്ട് ചെയ്യണമായിരുന്നു. ഞാൻ അതും എടുത്തു. പിന്നെ ഇത് പംകിൻ എന്ന് പറയുന്നത് ഭയങ്കര ചിലവുള്ളൊരു സാധനമാണ്. സൈറൂന് ഞാൻ പംകിൻ വേവിച്ച് ഉടച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ ഒന്നരാടം പംകിൻ വാങ്ങിക്കും. അതുകൊണ്ട് ഞാനിത് പംകിൻ്റെ ഒരു പീസ് ഒരുപാട് വാങ്ങിച്ച് വെക്കുന്നില്ല, ഒരു പീസേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ടൊമാറ്റോ വേണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത തക്കാളി സ്റ്റൂവിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഫാനാണ് ഞാനും സാറായും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചിക്കൻ കറിക്കും ഫിഷ് കറിക്കും ഞാൻ എല്ലാത്തിലും തക്കാളി ഇടും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിളാണ്. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് പർച്ചേസ് ചെയ്തത് ട്രോളിയിലേക്ക് ഓരോന്നോരോന്ന് വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ പിന്നെ വെജിറ്റബിൾ പർച്ചേസൊക്കെ ഓൾമോസ്റ്റ് ഡൺ. പിന്നെ ഫ്രൂട്ട്സ് പർച്ചേസ് ഞാനപ്പോൾ കൊച്ചിന് സ്കൂളിലൊക്കെ കൊടുത്തു വിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലത് നോക്കി മാംഗോ നോക്കുകയാണ്, ഏത് മാംഗോ ആണ് നല്ലതെന്ന്. പിന്നെ അവൾക്ക് വേണ്ടി തന്നെ, മോൾക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് പേരയ്ക്ക എടുക്കുകയാണ്. ഞാൻ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വീക്ക്ലി പർച്ചേസാണ്, വീക്കെൻഡ്സിൽ പോയി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഞാൻ എടുക്കുകയുള്ളൂ. വളരെ ഫ്രഷായിട്ട് നമ്മുടെ തൊട്ടടുത്ത് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് റോബസ്റ്റ പഴം എടുത്തു, പുട്ടിനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പൂവമ്പഴം. ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ പൂവമ്പഴം. ഇവിടുത്തെ ഷൊക്ലാൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത്രയും ഇപ്പോൾ ട്രസ്റ്റായി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണും അടച്ച് ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫിനാണെങ്കിലും മട്ടൻ ആണെങ്കിലും എന്തും മേടിക്കാം. കാരണം അത്രയും വെൽ ക്ലീൻ ആയിട്ടാണ് അവർ തരുന്നത്. വില അത്ര ഒന്നും. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ എടുത്തു. അപ്പോൾ കോളിഫ്ലവർ നമുക്ക് ഒരു ഫുൾ കോളിഫ്ലവർ വേണ്ട. അപ്പോൾ ഒരു ഹാഫ് പീസിൻ്റെ കോളിഫ്ലവർ. അപ്പോൾ ഫുൾ പീസ് 70 dirhams എങ്ങാണ്ടാണ്. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ പകുതി. അപ്പോൾ കോളിഫ്ലവറും ഞാൻ വിചാരിച്ചത് സാറായ്ക്ക് സ്കൂളിൽ ബട്ടറിലൊക്കെ സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെജീസൊക്കെ കൊച്ചിന് സ്നാക്ക് ബോക്സിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു ആഗ്രഹം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം കോളിഫ്ലവറും അതുപോലെ തന്നെ മഷ്റൂമും ഒക്കെ എടുത്തത്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് പോയി. ഇവിടെ നോ ഷുഗർ ആഡഡ് എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിന് മധുരം വളരെ കുറവാണ്, പുളിയാണ്. ഒരു ഗ്രേപ്സിൻ്റെ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. പക്ഷേ എനിക്ക് ഈ കോൺകോർഡ് ഗ്രേപ്സ് ഫ്രം ജ്യൂസ് അങ്ങനെ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും ഇതെടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ നൂഡിൽസിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇത് കംപ്ലീറ്റ് വീറ്റ് നൂഡിൽസാണ്. ഇൻഡോമി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന നൂഡിൽസാണ്. നമ്മൾ മാഗി ഒന്നും പോലെ മൈദ അല്ല. അപ്പോൾ മാഗി ഒന്നും പോലെ മൈദ അല്ല. അപ്പോൾ ഇത് വീറ്റ് നൂഡിൽസാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. അപ്പോൾ എനിക്ക് നൂഡിൽസ് വേണമായിരുന്നു, ഇൻഡോമി വേണമായിരുന്നു. അപ്പോൾ ഇൻഡോമിയുടെ ഈ ഓറഞ്ച് കളർ പാക്കറ്റ്, സ്പെഷ്യൽ ചിക്കൻ ഫ്ലേവറായിട്ടുള്ള ഇൻഡോമിയുടെ 5 പാക്കറ്റ്സ് ഞാൻ വാങ്ങിച്ചു. ഞാൻ എല്ലാം ലിമിറ്റ് ചെയ്ത് കുറച്ചാണ് വാങ്ങിക്കുന്നത്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പിന്നെ എൻ്റെ പപ്പടം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ റോയൽ പപ്പടം നോക്കി വാങ്ങിക്കുകയാണ്.
ഇരിക്കുകയാണ്. അപ്പോൾ പപ്പടം എന്ന് പറയുന്നത് ഇച്ചിരി അളവ് കൂടുതലുള്ള പപ്പടമാണ് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം പപ്പടം ഇപ്പം ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഉണക്കമീനൊക്കെയാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ നോക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഉണക്കമീൻ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിക്കുന്നത് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ അമ്മച്ചി എനിക്ക് ഉണക്കമീനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് മുളക് പൊടി വരെ തിരുമ്മി നല്ല റെഡിയാക്കി ഒന്നും കൂടെ ഡ്രൈ ചെയ്തൊക്കെ വെച്ചേക്കും. അപ്പോൾ ഓക്കെ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് സ്നാക്സ് സെക്ഷനിലാണ്. സ്നാക്സ് സെക്ഷനിൽ ഉണ്ണിയപ്പം ഞാനെടുത്തു. പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു ഗ്രീൻ പാക്കറ്റ് എന്ന് പറയുന്നത് സാറാക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ഐറ്റമാണ്. അത് സാറാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കി നടക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ക്രേവിങ്സ് വരുമ്പോഴത്തേനും സ്നാക്സ് കുറയ്ക്കാനായിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ വറുത്തതും പൊരിച്ചതും ഒന്നും തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പാക്കറ്റ് റോസ്റ്റഡ് ഗ്രൗണ്ട്നട്ടും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പോ ആ ഒരു സംഭവം കൂടി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാനിതാ ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് വന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ചുറ്റും ഡേറ്റ്സ് ഫാമും ഉണ്ട്. അതിൽ നിറച്ച് ഡേറ്റ്സും ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങമ്മേ തേങ്ങ നിൽക്കുന്നത് പോലെ ഇവിടെ ഈന്തപ്പനയിൽ നിറച്ച് ഈന്തപ്പഴം നിൽക്കലാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ ഉണ്ട്. അത് ഒരു കൗതുകമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം, പറിക്കുകയും ചെയ്യാം. അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടുത്തെ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ കാറിൽ കൊണ്ട് എത്തിച്ചു തരും. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലായിടത്തും. എനിക്കറിയില്ല. അതാ എൻ്റെ കൊച്ചൻ്റെ കയ്യിലിരിപ്പുണ്ട്. സാറ അതാ എന്തൊക്കെയോ അതിനിടയ്ക്ക് ടോയ്സും കാര്യങ്ങളുമൊക്കെ എടുപ്പിച്ചു. സാറ സൈഡിൽ കൂടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഇക്കായും സാറായും വേറെ എന്തൊക്കെയോ ഞാൻ ശരിക്കും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്നാക്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവരും വേറെ ട്രോളി എടുത്തിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ സൈഡിൽ കൂടെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സാറയുടെയും സൈറയുടെയും കാര്യങ്ങൾ, സൈറയ്ക്ക് മിൽക്ക് പൗഡർ വേണമായിരുന്നു, അതുപോലെ തന്നെ ഡയപ്പർ വേണമായിരുന്നു. പിന്നെ സാറയുടെ അത്യാവശ്യ സാധനങ്ങൾ, സാറ ടോയ്സ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. സാറ ജ്യൂസ് വാങ്ങിച്ചു, ടോയ്സ് വാങ്ങിച്ചു, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അവരിതാ വണ്ടിയുടെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുതരും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൽ ഹോം ഡെലിവറി ഇല്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബാക്കി ഹൈപ്പർ മാർക്കറ്റ്സിൽ ഹോം ഡെലിവറി ഉണ്ട്, അങ്ങനെ തരാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് അധികം ആയില്ല. അപ്പോൾ ലൈക്കൊക്കെ ചെയ്ത്